pioneerrooms.comലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രക്കാർക്കും അതുപോലെ തന്നെ ഹോട്ടൽ ഉടമകൾക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്ലാറ്റ്ഫോമാണ് pioneerrooms.com. ഇനി മുതൽ ഓരോ നാട്ടിലെയും താമസ സൗകര്യങ്ങളുടെ വിവരങ്ങൾ യാത്രക്കാർക്ക് ഫ്രീയായി ലഭിക്കുന്നതാണ്. നിങ്ങളൊരു ഹോട്ടൽ ഉടമയാണെങ്കിൽ എങ്ങനെ pioneerrooms.comൽ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ പയനീർ റൂംസിന്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുക. അതിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആദ്യമായി യൂസർ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ +91 എന്ന കൺട്രി കോഡ് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐഡിയോ നിങ്ങളുടെ ഹോട്ടലിന് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതോ കൊടുക്കുക. അത് കഴിഞ്ഞ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആ പാസ്വേഡ് തന്നെ വീണ്ടും താഴെ ടൈപ്പ് ചെയ്യുക. അതിന് താഴെയായി സെലക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊരു ഹോട്ടൽ ഉടമയാണെങ്കിൽ അവിടെ ഐ വാണ്ട് ടു ഹോസ്റ്റ് എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പ്രൈവസി പോളിസി എന്നിവ അക്സെപ്റ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം നൽകിയ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പയനീർ റൂംസിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്. അതിൽ ആഡ് ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ആദ്യം തന്നെ എന്ത് തരത്തിലുള്ള പ്ലേസ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. നമുക്ക് മഡ് ഹൗസ് ആണെങ്കിൽ അത്, കോട്ടേജ് ആണെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യം ഇവിടെ സെലക്ട് ചെയ്യണം. അതിൻ്റെ താഴെ ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വേണം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പേര് കൊടുക്കാൻ. നമുക്കുള്ള കോട്ടേജിൻ്റെ അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ എന്താണ് നമുക്കുള്ളത് അതിൻ്റെ പേര് നമ്മൾ കൊടുക്കണം. അതിന് താഴെയായിട്ട് നമുക്ക് വൈറ്റ് കളർ ബോക്സ് കാണാൻ സാധിക്കും. ആ ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ റൂം റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എന്താണോ കസ്റ്റമറിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഈ ബോക്സിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളെല്ലാം കസ്റ്റമേഴ്സ് വെബ്സൈറ്റിൽ കയറുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിവരങ്ങളും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിന് താഴെ ടൈപ്പ് ഓഫ് ലിസ്റ്റിംഗ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഏതാണോ നമുക്കുള്ളത് അതിൻ്റെ സെലക്ട് ചെയ്യുക. അത് മൾട്ടിപ്പിൾ സെലക്ഷനാണ്. അപ്പോൾ നമുക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. പിന്നെ നമ്മളുടെ നമ്പർ ഓഫ് ബെഡ്റൂംസ് അത് കൊടുക്കാം. നമ്പർ ഓഫ് ഗസ്റ്റ്, എത്ര ഗസ്റ്റിനെ നമ്മൾ അഫോർഡ് ചെയ്യും അത് കൊടുക്കാം. പിന്നീട് എത്ര ബെഡ്സ്, എത്ര ബാത്റൂം, എത്ര റൂമുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കാൻ സാധിക്കും. റൂമിൻ്റെ സൈസും നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് പ്രൈസിംഗ് എന്നൊരു ഹെഡിങ് കാണാം. അവിടെ നമ്മുടെ റൂമിൻ്റെ റേറ്റ് കൊടുക്കണം. അതിന് താഴെ പെർ ഹെഡ് ആണോ, ഡേ ആണോ, നൈറ്റ് ആണോ എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. വീക്കെൻഡ്സിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. അതിന് താഴെ വീണ്ടും ഒരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ എക്സ്ട്രാ സർവീസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അത് എന്താണെന്നുള്ളത് ആദ്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിന് എത്ര രൂപയാകും എന്നുള്ളത് കൊടുക്കുക. അത് എങ്ങനെയാണ്, ഫാമിലി പാക്കേജ് ആണോ സിംഗിൾ ആണോ എന്നുള്ള കാര്യം അവിടെ കൃത്യമായിട്ട് കൊടുക്കുക. അതിന് താഴെ അഡീഷണൽ കോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വരുന്നത് ഇപ്പോൾ അഡീഷണൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കുന്നത്. അത് എത്ര പേരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും, അതിന് എത്ര രൂപയാകും എന്നുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കാം. പിന്നീടുള്ളത് ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ എന്തെങ്കിലും ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് എത്രയാണെന്നുള്ളതും ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു പേജിലേക്ക് എത്തും.
ഈ പേജിൽ വേണം നമ്മുടെ ഹോട്ടലിൻ്റെ ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ. 1440 x 900 എന്ന സൈസിലാണ് ഓരോ ഇമേജും അപ്ലോഡ് ചെയ്യേണ്ടത്. വീഡിയോ URL എന്നയിടത്ത് വീഡിയോസിൻ്റെ ലിങ്കും കൊടുക്കാവുന്നതാണ്. അവിടുന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോട്ടലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അതെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ബൈസൈക്കിൾ റെൻ്റിലുണ്ടെങ്കിൽ അത് കൊടുക്കാം, എലവേറ്റർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, സിറ്റി വ്യൂ ആണോ ബീച്ച് വ്യൂ ആണോ എന്താണോ നിങ്ങൾക്കുള്ളത്, ഹീറ്റർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഗാർഡൻ അങ്ങനത്തെ കിഡ്സ് പൂള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ താഴെ ഫെസിലിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വിടാവുന്നതാണ്. കൃത്യമായിട്ട് എല്ലാം ചെയ്തു വെക്കുക. ഇനിയും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജ് വരും. അവിടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ്, പിൻകോഡ്, നമ്മുടെ സിറ്റി ഏതാണ് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇതിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ലൊക്കേഷനെ പറ്റി ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്റൂംസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ആ ബെഡ്റൂംസിന് വേണം നമ്മൾ നമ്മുടെ ബെഡ്റൂംസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ. നമ്മൾ എത്ര പേര് അഫോർഡ് ചെയ്യും, നമുക്ക് എത്ര ബെഡ്സ് ഉണ്ട് എന്നീ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് എത്ര റൂമുണ്ടോ അത്രയും റൂമിൻ്റെ ഡീറ്റെയിൽസും അവിടെ കൊടുക്കാവുന്നതാണ്. അത് വേണ്ട, ആ റൂം നമുക്കിപ്പം കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ദിസ് റൂം അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അടുത്തതായിട്ട് ടേംസ് ആൻഡ് റൂൾസ് ആണ്. അവിടെ നമ്മുടെ റിസോർട്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിവരിക്കുക. പിന്നീട് എത്ര സമയം മുതലാണ് ചെക്ക് ഇൻ എന്നുള്ളത് കൊടുക്കാൻ സാധിക്കും. എത്ര സമയത്താണ് ചെക്ക് ഔട്ട് എന്നുള്ളതും നമുക്കവിടെ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിൽ എന്തൊക്കെ അലൗഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. സ്മോക്കിങ്, പെറ്റ്സ്, പാർട്ടി ഇതൊക്കെ അലൗഡ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്കവിടെ കൊടുക്കാം. അതിന് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹോട്ടലിന് റൂൾസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് വിടാനുള്ള ഒരു ബോക്സ് ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് വിശദമായി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ചെയ്ത വീഡിയോയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്നത് കലണ്ടറാണ്. ആ കലണ്ടറിൽ നമുക്ക് ഏതൊക്കെ ദിവസം റൂംസ് അവൈലബിൾ ആണെന്നും അവൈലബിൾ അല്ല എന്നുള്ളതും മാർക്ക് ചെയ്ത് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ സാധിക്കും. ഇനിയുള്ളത് സബ്സ്ക്രിപ്ഷനാണ്. അതിനായി ഹോം പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യണം. അവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ പ്രോപ്പർട്ടി നെയിം ടൈപ്പ് ചെയ്യണം. അതിനുശേഷം പ്ലാൻ സെലക്ട് ചെയ്യണം. 15 പേരിൽ താഴെയാണെങ്കിൽ 850 രൂപ, 50 പേരിൽ താഴെയാണെങ്കിൽ 1550 രൂപ, 50 പേരിൽ മുകളിൽ പിന്നെ 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ 2350 രൂപ. അങ്ങനെയാണ് പ്രൈസിങ് വരുന്നത്. ഇത് 1 വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ പ്രൈസാണ്. അപ്പോൾ നിങ്ങളുടെ റിസോർട്ട് ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള പ്രൈസിങ് സെലക്ട് ചെയ്യണം. അതിൻ്റെ താഴെയായിട്ട് ID നമ്പർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആകുമ്പോൾ ഒരു ID നമ്പർ നമുക്ക് കിട്ടും. അത് വേണം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ താഴെയായിട്ട് റെഫറൽ കോഡുണ്ട്. നിങ്ങൾക്ക് റെഫറൽ കോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ചെയ്തിട്ട് സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പേജ് ഓപ്പൺ ആകും. അവിടെ GPay, ഫോൺപേ എന്നീ ഓപ്ഷനുണ്ട്. QR കോഡും ഉണ്ട്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ കാണുന്ന വാട്സപ്പ് ലിങ്ക് ഉണ്ട് പേയ്മെൻറ്റ് പേജിൽ.
ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരണം. ഈ ലിങ്കിൽ തന്നെ നമുക്ക് ഇമേജ് എഡിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു തന്നാൽ അതും ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസോർട്ട് പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പയനിയർ റൂംസിലേക്ക് രജിസ്റ്റർ ചെയ്യാനെത്തിയ എല്ലാവർക്കും നന്ദി.